കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ അനുസരിച്ച് ശോഭന അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്നും ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്നതാണ്. ഇപ്പോഴിതാ ശോഭന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കിയിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി ശോഭന മത്സരിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നതായാണ് സുരേഷ് ഗോപി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ശോഭന ഭാവിയിലെ രാഷ്ട്രീയക്കാരിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭന സ്ഥാനാർത്ഥിയാകണം. തിരുവനന്തപുരത്ത് നിന്ന് ശോഭന മത്സരിക്കണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട താനും കേന്ദ്ര നേതൃത്വവും ശോഭനയോട് സംസാരിച്ചിരുന്നു എന്നുമാണ് സുരേഷ് ഗോപി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ശോഭനയുടെയും നിർമ്മാതാവ് ജി സുരേഷ് കുമാറിന്റെയും പേരുകൾ പരിഗണിക്കുന്നതായി നേരത്തെ ചില അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. അതേസമയം നടി ശോഭന തന്റെ അടുത്ത സുഹൃത്താണെന്നും തിരുവനന്തപുരത്ത് ശോഭന മത്സരിക്കില്ല എന്ന് തന്നെ അറിയിച്ചെന്നും സിറ്റിംഗ് എംപിയായ ശശി തരൂരും പറയുന്നു. ഫോണിലൂടെയാണ് ശോഭന തന്നെ ഇക്കാര്യം അറിയിച്ചത്. തിരുവനന്തപുരത്ത് എതിരാളികളെ വില കുറച്ച് കാണുന്നില്ലെന്നും ബി.ജെ.പി. സ്ഥാനാർത്ഥികളായി നിരവധി പേരുകൾ ഉയർന്നു വരുന്നത് നിരാശയിൽ നിന്നാണെന്നും ശശി തരൂർ കൂട്ടിച്ചേർത്തു. അതോടൊപ്പം ബി.ജെ.പിയുടെ വിദ്വേഷ രാഷ്ട്രീയം കേരളത്തിൽ വിലപ്പോകില്ല എന്നും തരൂർ വ്യക്തമാക്കിയിരുന്നു. അതേസമയം ശോഭന മത്സരിക്കാനില്ല എന്ന് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നും എന്നാൽ പ്രചാരണ രംഗത്തിറങ്ങാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂർ സന്ദർശന വേളയിലായിരുന്നു ശോഭന വിശിഷ്ടാതിഥികളുടെ ഒപ്പം വേദി പങ്കിട്ടത്. അന്നു മുതൽ തന്നെ ശോഭന ബി.ജെ.പി. അനുഭാവി എന്ന തരത്തിൽ പ്രചാരണവും ഉണ്ടായിരുന്നു. എപ്പോഴും എന്ന പോലെ ശോഭന ഇക്കാര്യത്തിൽ യാതൊരുവിധ വിശദീകരണവും നൽകിയതുമില്ല. വനിതാ സംവരണ ബില്ല് പാസാക്കി ബി.ജെ.പി. നേതൃത്വത്തിന് നന്ദി പറഞ്ഞ ശോഭന മോദിയുടെ നേതൃത്വത്തെ പ്രതീക്ഷയോടെ താൻ കാണുന്നുണ്ടെന്നും പറഞ്ഞിരുന്നു. കേരളീയ സ്ത്രീ സമൂഹത്തിന്റെ പ്രതിനിധിയായാണ് സ്ത്രീ ശക്തി വേദിയിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞ ശോഭന ഇത്രമാത്രം സ്ത്രീകളെ തന്റെ ജീവിതത്തിൽ കാണുന്നത് ആദ്യമായാണെന്നും കൂട്ടിച്ചേർത്തിരുന്നു. ഒരു ആരാധികയുടെ ജീവിതത്തിലെ വലിയ നിമിഷമായിരുന്നുവെന്നും ഇതേക്കുറിച്ച് പിന്നീട് ശോഭന തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രധാനമന്ത്രിക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് കുറിച്ചിട്ടുണ്ട്. ഹ്യൂജ് ഫാൻ മൊമെന്റ് എന്ന ക്യാപ്ഷനും ശോഭന നൽകിയിരുന്നു. ബി.ജെ.പി. പ്രചരണായുധമായി കണക്കാക്കിയ തൃശൂരിൽ നടന്ന ഈ സ്ത്രീ ശക്തി പരിപാടിയിൽ ശോഭന പങ്കെടുത്തത് പിന്നീട് വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത്. ഇതിനെതിരെ ഉയർന്ന സൈബർ ആക്രമണങ്ങളോട് ശോഭന പ്രതികരിച്ചതുമില്ല. നടൻ ദേവൻ, മേജർ രവി, നിർമ്മാതാവ് സുരേഷ് കുമാർ തുടങ്ങിയവരെല്ലാം സമീപകാലത്തായി സിനിമാ മേഖലയിൽ നിന്നും ബി.ജെ.പിയിൽ ചേർന്നവരാണ്. അതിനു മുൻപ് തന്നെ രാജസേനൻ, കൃഷ്ണകുമാർ, അലി അക്ബർ തുടങ്ങിയവരൊക്കെ ബി.ജെ.പിയിൽ ചേർന്നിട്ടും അവർക്കൊന്നും കേരള രാഷ്ട്രീയത്തിൽ ബി.ജെ.പിയെ രക്ഷിക്കാനായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. 2000 മുതൽ ശോഭന ആകെ 5 മലയാള സിനിമകളിൽ മാത്രമാണ് അഭിനയിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും ഒടുവിൽ വേഷമിട്ടത് ദുൽഖർ സൽമാൻ നിർമ്മിച്ച് അനൂപ് സത്യൻ ആദ്യമായി സംവിധായകനായ വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിലാണ്. മുഴുവൻ സമയവും നൃത്തത്തിൽ മുഴുകി ഇപ്പോൾ ചെന്നൈയിൽ താമസിക്കുകയാണ് ശോഭന. ലൈം ലൈറ്റിലേക്ക് അധികം വരാനും ഇപ്പോൾ ശോഭന താല്പര്യപ്പെടുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.